അല്ല ഇതപ്പോ പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ? ഇതങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ പുറകിൽ ഒരുപാട് വർഷത്തെ പരിശീലനം വേണം. പിന്നെ മൈൻഡ് റീഡിങ് സ്കിൽസ്, ഒബ്സർവേഷൻ സ്കിൽസ്, പിന്നെ കഠിന പ്രയത്നം. വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഞാനൊക്കെ ഇത് സ്വായത്താക്കിയത്. നിങ്ങൾ ലണ്ടനിൽ തന്നെയാണ്. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം സ്ഥിര താമസക്കാരനല്ല. ഇന്ന് ലണ്ടനിലെങ്കിൽ നാളെ പാരീസ്, മരുന്ന കാലിഫോർണിയ. ഈ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതല്ല, ഈ തെളിയാത്ത കേസുകളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഞങ്ങളുടെ സഹായം കൂടി തേടാറുണ്ട്. മനസ്സിലായില്ലേ? അല്ല ഈ മലയാളിയുടെ മനസ്സ് വായിക്കാനാ ബുദ്ധിമുട്ട്, അല്ല ഇംഗ്ലീഷുകാരുടെ? എനിക്കൊരു 10 സെക്കൻഡ് കിട്ടിയാൽ മതി. ആരുടെ മനസ്സ് വേണമെങ്കിൽ ഞാൻ വായിച്ചെടുക്കും. അതെ, പെണ്ണുങ്ങളെ മനസ്സിൽ എന്തില്ലെന്ന് അറിയാൻ പറ്റും. മെന്റലിസത്തിന് അങ്ങനെ ആണ് പെണ്ണൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോ ഈ ചേട്ടന്റെ മനസ്സ് ഞാൻ ഒന്ന് വായിച്ചെടുക്കട്ടെ. ആ കയ്യൊന്നെ. ഇവൻ വെറും ഉടായിപ്പ്, ഇത് തട്ടിപ്പൊന്നല്ല ഇപ്പൊ ചേട്ടന്റെ മനസ്സിൽ. നിങ്ങളുടെ ഫോണിന്റെ ലോക്ക് ഞാൻ പറയട്ടാ, 223786 അല്ലേ? അതെ. അതുപോലെ നിങ്ങളുടെ പേഴ്സിൽ 721 രൂപ ഉണ്ട്, നോക്കിക്കോ. ഇല്ല, ഇതിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് 720 ഉറുപ്പ്യല്ലോ. നോക്കിക്കോ. ആ ചെറിയ കളി നോക്ക്, അതിൽ1 രൂപ ഉണ്ട്. ചെറിയ പള്ളിയിലാ? ആ, ശരി. അപ്പൊ എനിക്ക് ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാണ്ട്. ശരി. എന്തെന്നുറ എന്റെ പേഴ്സിൽ പൈസ വരും കറക്റ്റായിട്ട് പറഞ്ഞു. ഈ മൈൻഡ് റീഡിംഗ് എല്ലാം ഭയങ്കര സംഭവം കേട്ടാ. ഒരാളെ മനസ്സിൽ ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുമോ? എന്ത് മൈൻഡ് റീഡിങ് തരാണ്ടാ? ആന്ധ്ര നിനക്കൊരു പുച്ഛം. ഒരാളെ കഴിവിനെ നീ അംഗീകരിക്കില്ല അല്ലെ? അതല്ല ബിനോട്ടാ, ഓൻ ലോകത്തിലെ എല്ലാരും മനസ്സോൻ വായിക്കുമായിരിക്കും, പക്ഷെ സ്വന്തം ഭാര്യയുടെ മനസ്സോനെ വായിക്കാൻ പറ്റില്ല. അതെന്താ? രാത്രിക്ക് ഓള് വേറെ ആളും ചൊളിച്ചോടി പോയില്ലേ? അതെയാ? ആ ഇല്ല, ഞാൻ ഈ മാസം ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാൻ. നിങ്ങൾ എന്റെ മാനേജർ ഒന്ന് വിളിച്ചു നോക്ക്. ഡേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു. ഓക്കെ.